ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടിട്ട് ചാന്ദ്രദിന ക്വിസ് മത്സരത്തിന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഉത്തരം വരുന്നത് സെലനോളജി. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വരുന്നത് വിക്രം സാരാഭായ്. മൂന്നാമത്തെ ചോദ്യം, ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വരുന്നത് ചന്ദ്രൻ. നാലാമത്തെ ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം വരുന്നത് ഡോക്ടർ വി നാരായണൻ. അഞ്ചാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം വരുന്നത് നീൽ ആംസ്ട്രോങ്. ആറാമത്തെ ചോദ്യം, ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏത്? ഉത്തരം വരുന്നത് അപ്പോളോ 11. ഏഴാമത്തെ ചോദ്യം, ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരെന്ത്? ഉത്തരം വരുന്നത് പ്രശാന്തിയുടെ സമുദ്രം. എട്ടാമത്തെ ചോദ്യം, ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം വരുന്നത് ആര്യഭടൻ. ഒൻപതാമത്തെ ചോദ്യം, ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത ആര്? ഉത്തരം വരുന്നത് കൽപ്പന ചൗള. പത്താമത്തെ ചോദ്യം, ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം വരുന്നത് ആഗസ്റ്റ് 23. 11ാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് നേടിയത് ആര്? ഉത്തരം വരുന്നത് സുനിത വില്യംസ്. 12ാമത്തെ ചോദ്യം, ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം വരുന്നത് ശുഭാംശു ശുക്ല. 13ാമത്തെ ചോദ്യം, ആക്സിയം 4 വിക്ഷേപണം ചെയ്ത ദിവസം ഏത്? ഉത്തരം വരുന്നത് 2025 ജൂൺ 25. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വരുന്നത് ഡോക്ടർ വി നാരായണൻ. 15ാമത്തെ ചോദ്യം, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത്? ഉത്തരം വരുന്നത് 1969 ജൂലൈ 21. 16ാമത്തെ ചോദ്യം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം വരുന്നത് ചൊവ്വ. 17ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ഉത്തരം വരുന്നത് ചാൾസ് ഡ്യൂക്ക്. 18ാമത്തെ ചോദ്യം, ISROയുടെ എത്രാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ? ഉത്തരം വരുന്നത് 11. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളി ആര്? ഉത്തരം വരുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ. 20ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം വരുന്നത് സ്പുട്നിക് 1. 21ാമത്തെ ചോദ്യം, ISRO നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം വരുന്നത് 1969 ജൂൺ 15. 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്? ഉത്തരം വരുന്നത് ശ്രീഹരിക്കോട്ട. 23ാമത്തെ ചോദ്യം, ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം വരുന്നത് ആന്ധ്രാപ്രദേശ്. 24ാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ വിക്ഷേപിച്ച വർഷം ഏത്? ഉത്തരം വരുന്നത് 2008 ഒക്ടോബർ 22. 25ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം ഏത്? ഉത്തരം വരുന്നത് കറുപ്പ്. 26ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? ഉത്തരം വരുന്നത് അലൻ ഷെപ്പേർഡ്. 27ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം വരുന്നത് ഏപ്രിൽ 12. 28ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം വരുന്നത് സിലിക്കൺ. 29ാമത്തെ ക്വസ്റ്റ്യൻ, വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം വരുന്നത് വ്യാഴം. 30ാമത്തെ ചോദ്യം, ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? ഉത്തരം വരുന്നത് 13 തവണ.